ഹലോ ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന സാധനമായിരിക്കും തലക്കറി. കടകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലൊരു തലക്കറി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ 2 വേളയുടെ തല നല്ല ലാഭത്തിൽ കിട്ടി. അപ്പോൾ അതിങ്ങ് വാങ്ങിച്ച് പിന്നെ കറിയാക്കി നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്നങ്ങ് വെച്ചു. തലയൊക്കെ നമ്മൾ വെട്ടിക്കണ്ടിച്ച് വൃത്തിയാക്കി കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കുറച്ച് ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മൾ ഈ കറിയിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 2-3 പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പുമായിട്ട് വെച്ച് കുതിരാൻ വെക്കുക. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. തക്കാളി അല്ലാതെ കിടക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് അതിന്. അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് അതുകൂടി ഇട്ടൊന്ന് മൂപ്പിക്കുക. തലക്കറിക്ക് ഉലുവാപ്പൊടി ഇടുമ്പോൾ അതൊരു പ്രത്യേക രുചിയാണ്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്കുള്ള മസാല ചേർക്കാൻ പോവുകയാണ്. തലക്കറി വെക്കുമ്പോൾ അതിൻ്റെ മസാലയിലാണ് കേട്ടോ അതിൻ്റെ മുഴുവൻ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ മസാല ഇടുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് വേണം മസാല ഇടാൻ. നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് എരി കുറവായതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കൂട്ടിയാണ് ഇടുന്നത്. തലക്കറിക്ക് എപ്പോഴും എരിവുള്ളതാണ് ഒരു പ്രത്യേക രുചി. നിങ്ങൾക്ക് എരി കുറവാണ് എങ്കിൽ ഇടുന്ന കുരുമുളക് പൊടിയുടെ അളവ് കുറച്ച് കുറച്ചാൽ മതി. നമുക്കിവിടെ കുറച്ച് എരി വേണമെന്നുള്ളത് കൊണ്ട് കുരുമുളക് പൊടി കുറച്ചധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വന്ന ശേഷം പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പുളി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കല്യാണത്തിന് മുമ്പ് ഈ തലക്കറിയോട് എനിക്ക് അത്ര നല്ല പ്രിയമില്ലായിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാനും ഇതിൻ്റെ ഫാനായത്. ഇവിടെ വന്ന് ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന് ഇത്രയും രുചി ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ പുളിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കറി ഒന്ന് തിളയ്ക്കാൻ വെക്കുക. കറി നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ഇതിനകത്തോട്ടിട്ട് മീൻ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ചാറിനകത്ത് വേണം, അല്ലെങ്കിൽ മീൻ വേവത്തുമില്ല, മീനിൽ മസാല പിടിക്കത്തുമില്ല. അപ്പം മീൻ മുങ്ങി നിൽക്കുന്ന രീതിയിൽ അതിന് ചാറും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് വേവിക്കാൻ വെച്ചാൽ ഈ മീനിൽ ആരപ്പൊക്കെ പിടിച്ചാൽ തല ഒന്ന് സെറ്റ് ആവുകയുള്ളൂ. അപ്പം വേവിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. പെട്ടെന്നെടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുക. കാരണം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കുമ്പോഴേ തലക്കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തലക്കറിയുടെ കൂട്ടാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് ഗോതമ്പ് പൊറോട്ട അല്ലെങ്കിൽ നല്ല ചൂട് പൊറോട്ടയാണ്. ചോറുമായിട്ട് കഴിക്കാം, പക്ഷെ ചോറുമായിട്ട് കഴിക്കുമ്പോൾ ആ തലക്കറിക്ക് അത്രയൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നല്ല പുഴുങ്ങിയ കപ്പയായിരിക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ മലയാളികൾക്ക് തലക്കറി ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഉപ്പ് നോക്കൽ ആളാട്ടോ. കറി വെക്കുന്ന ഉടനെ കൈയും കൊണ്ട് വരും അമ്മ ഉപ്പെന്ന് പറഞ്ഞിട്ട്. ഉപ്പ് നോക്കി അവൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറി സൂപ്പറാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ സീ യു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് രൂപപ്പെടുത്താൻ മറക്കല്ലേ.